നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനു പിന്നാലെ നടന്ന ഇന്ത്യ-പാകിസ്ഥാൻ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദവുമായി ചൈനയും രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ചൈന പുതിയ അവകാശവാദവുമായി രംഗത്തെത്തുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയാണ് പുതിയ അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ മൂന്നാം കക്ഷി ഇടപെട്ടു എന്ന അവകാശവാദത്തെ ഇന്ത്യ ആവർത്തിച്ച് തള്ളിക്കളയുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ അവകാശവാദവുമായി ചൈന കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ-പാക് സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചു എന്ന് അവകാശപ്പെട്ട നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദത്തെ ഇന്ത്യ ആവർത്തിച്ച് നിഷേധിച്ചിരുന്നു. ഇന്ത്യ-പാക് സംഘർഷത്തിന് പുറമെ വടക്കൻ മ്യാൻമറിലെ സംഘർഷങ്ങൾ, കംബോഡിയയ്ക്കും തായ്ലാന്റിനും ഇടയിലുള്ള സംഘർഷങ്ങൾ, ഇറാനിയൻ ആണവ പ്രശ്നം എന്നിവയുൾപ്പെടെ മറ്റ് ആഗോള സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ചൈന സമാധാന ചർച്ച നടത്തിയിരുന്നതായും ചൈനീസ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര തവണ പ്രാദേശിക യുദ്ധങ്ങളും അതിർത്തി കടന്നുള്ള സംഘർഷങ്ങളും ഈ വർഷം പൊട്ടിപ്പുറപ്പെട്ടു. ഭൗമരാഷ്ട്രീയത്തിൽ സംഘർഷം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ശാശ്വതമായ സമാധാനം കെട്ടിപ്പടുക്കുന്നതിനായി സംഘർഷങ്ങളുടെ ലക്ഷ്യങ്ങളും മൂലകാരണവും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങൾ വസ്തുനിഷ്ഠവും നീതിയുക്തവുമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര സാഹചര്യത്തെയും ചൈനയുടെ വിദേശ ബന്ധങ്ങളെയും കുറിച്ച് ബീജിംഗിൽ നടന്ന സിംബോസിയത്തിൽ സംസാരിക്കുകയായിരുന്നു വിദേശകാര്യമന്ത്രി വാങ് യി. ഈ വർഷം ചൈന മധ്യസ്ഥത വഹിച്ച അപകടകരമായ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും സിംബോസിയത്തിൽ വാങ് യി അവകാശപ്പെട്ടു. അപകടകരമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചൈനീസ് സമീപനം പിന്തുടർന്ന് വടക്കൻ മ്യാൻമറിൽ ഇറാനിയൻ ആണവ പ്രശ്നം, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷങ്ങൾ, പലസ്തീനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ, കംബോഡിയയും തായ്ലാന്റും തമ്മിലുള്ള സമീപകാല സംഘർഷം എന്നിവയിൽ ഞങ്ങൾ മധ്യസ്ഥത വഹിച്ചു എന്നായിരുന്നു വാങ് യിയുടെ അവകാശവാദം. നേരത്തെ ഇന്ത്യ-പാക് സംഘർഷങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ ആവർത്തിച്ച് നിഷേധിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതേ അവകാശവാദം ഉന്നയിച്ച് പലതവണ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇന്ത്യ ഇതൊക്കെ നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടു എന്ന അവകാശവാദവുമായി രംഗത്തെത്തുകയാണ്.